നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. ദൈവം വാരിക്കോരി നൽകിയ പ്രകൃതിയുടെ അഭൗമ സൗന്ദര്യ ഉദ്യാനമാണ് വയനാട്. കാനനവും കാട്ടാറും ഗിരിനിരകളുമായി പച്ച പുതച്ച വയനാട്. ചരിത്രവും മിത്തുകളും ഇടകലർന്ന ഈ നാടിൻ്റെ ഭൂമികയിലേക്ക് വിശ്വാസത്തിൻ്റെ തീഷ്ണഭാവങ്ങളുമായി കുടിയേറ്റം നടത്തിയ ഒരു ജനത. അതിജീവനത്തിൻ്റെ നെരിപ്പോടുകൾക്ക് മേൽ കൂടെ കൂട്ടിയ പുണ്യവാളൻ്റെ അനുഗ്രഹങ്ങൾ ഈ നാടിൻ്റെ തന്നെ ഐശ്വര്യമാവുകയായിരുന്നു. സെയിൻറ്റ് ജൂഡിൻ്റെ നാമധേയത്തിലുള്ള ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഗരിമ ഇന്ന് ലോകമെമ്പാടും കേൾവി കൊണ്ടതാണ്. ഇതരഗണ വിശ്വാസികൾക്കും അവരുടെ മാനസിക സംഘർഷ നിമിഷങ്ങളിൽ ഓടിയണയാൻ, നിലവിളിച്ചപേക്ഷിക്കാൻ ചുണ്ടയിൽ സെയിൻറ്റ് ജൂഡ് തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ അകത്തളങ്ങളും വരാന്തകളും സദാ സജ്ജമായിരിക്കുന്നു. എൻ്റെ പേര് വിൽസൺ ചാലിക്കൽ. ഇടവകയിലെ പിതൃവേദി എന്ന സംഘടനയുടെ പ്രസിഡൻ്റാണ് ഞാൻ. ഗൃഹനാഥന്മാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയ്ക്ക് ഈ സംഘടനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇടവക സമൂഹത്തിൻ്റെ നേതൃത്വ നിരയിലുള്ള, കുടുംബത്തിൻ്റെ നേതൃത്വ നിരയിലുള്ള പിതാക്കന്മാരെ സംഘടിപ്പിക്കുകയും സഭയുടെ അടിസ്ഥാന ഘടകമെന്ന നിലക്ക് കുടുംബത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന ഗൃഹനാഥന്മാരെ സഭാവിശ്വാസത്തിലും മൂല്യത്തിലും വളർത്തിയെടുക്കുക എന്നാണ് ഇതിൻ്റെ പ്രഥമമായ ലക്ഷ്യം. സഭയുടെ അടിസ്ഥാന ഘടകമാണ് കുടുംബം. ആ കുടുംബത്തിൻ്റെ നായകൻ എന്ന നിലക്ക് പിതാവിന് കുടുംബത്തിൽ നിർവഹിക്കേണ്ട ഒട്ടേറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ കാലം ആവശ്യപ്പെടുന്ന മൂല്യബോധവും വിശുദ്ധിയും സഭ കുടുംബത്തിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. സഭയോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് വിശുദ്ധിയോട് ചേർന്ന് നിൽക്കുക എന്ന പരമമായ ലക്ഷ്യമാണ് ഈ സംഘടന ഇതിൻ്റെ തനതായ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം വെക്കുന്നത്. സംഘടന ഇടവക തലത്തിൽ പ്രവർത്തിക്കുന്ന കുടുംബങ്ങളുടെയും പ്രത്യേകിച്ച് കുടുംബനാഥന്മാരുടെയും ആരാധനാക്രമങ്ങളുടെ പങ്കാളിത്തവും അനുബന്ധ കാര്യങ്ങളുമുള്ള സജീവമായ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാംസ്കാരികപരമായും കലാപരമായും ഒക്കെ തന്നെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ കുടുംബനാഥന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും ഒട്ടേറെ പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. സഭയോട് ചേർന്ന് നിൽക്കുക എന്ന ഈ ലക്ഷ്യത്തിലൂടെ ആരോഗ്യകരമായ മൂല്യബോധമുള്ള ഒരു കുടുംബത്തെ വളർത്തിയെടുക്കുക എന്നാണ് പിതൃവേദിയുടെ പ്രവർത്തനത്തിലൂടെ ഈ സംഘടന ലക്ഷ്യം വെക്കുന്നത്. അഷ്ടസൗഭാഗ്യങ്ങളുടെ മലയിൽ പറഞ്ഞത് സപ്തവാക്യങ്ങളുടെ കാൽവരിയിൽ പൂർത്തിയാക്കിയ ദൈവപുത്രൻ സ്വന്തം ജീവൻ കൊണ്ട്, ജീവിതം കൊണ്ട് മാനവകുലത്തിന് രക്ഷയായി മാറി. തന്നിൽ അഭയം തേടുന്നവർക്ക് അവിടുന്ന് എന്നും അത്താണിയായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതാ നിങ്ങൾക്ക് മുൻപിൽ ഒരു നൃത്താവിഷ്കാരം. യേശു മർത്യനായി ഭൂമിയിൽ വന്നൊരു ദൈവം, ഭൂമിക്കു സ്വർഗത്തിൻ സമ്മാനം, കാല
കാലങ്ങൾ കാതോർത്ത സുന്ദര സ്വപ്നം. കുരിശിൽ ജീവനേകിയ ദൈവം കാലിത്തൊഴുത്തിൽ അഭയം ഇടമേതുമില്ലാതെ അലഞ്ഞു നടന്നു. കാലിത്തൊഴുത്തിൽ അഭയം ഇടമേതുമില്ലാതെ അലഞ്ഞു നടന്നു. ജീവൻ പോകുമെന്നറിഞ്ഞിടുന്ന വേളയിൽ ദൂരെയെങ്ങോ പോയൊളിച്ചു തിരുക്കുടുംബം. ദൂരെയെങ്ങോ പോയൊളിച്ചു തിരുക്കുടുംബം. ബാലനായ യേശുവിനെ തിരുനാളിന് പള്ളിയിൽ കൊണ്ടുപോയി. കൂട്ടം പിരിഞ്ഞും കൂട്ടരെ വിട്ടും പോയെന്നു കരുതിയ അച്ഛനമ്മമാർ ആധിയോടവർ തേടിടുന്നു ജീവന്റെ ജീവനാം പൊന്മകനെ. വാദപ്രതിവാദ വേദിയിൽ അവനെ കണ്ടെത്തി അത്ഭുതം പൂണ്ടു. സ്നാപകനിൽ നിന്നു സ്നാനം സ്വീകരിച്ചൊരു യാത്ര. ദുഷ്ടശക്തിയെ വെന്നിടുവാൻ മലയിലേക്കൊരു യാത്ര. മലയിറങ്ങി വന്നു ജനതതിയോടവൻ ദൈവരാജ്യ കഥയോതി. ആ മൊഴി കേൾക്കാൻ അനവധിയാളുകൾ അവനുടെ ചാരേ അണഞ്ഞു. കുഷ്ഠരോഗി വന്നു ശുദ്ധനായി തീർന്നു. കഷ്ടനഷ്ടമൊക്കെയും ദൂരെ നീങ്ങി. തളർവാദ രോഗിയെ കൊണ്ടുവന്നു. കിടക്കയുമെടുത്തവൻ നടന്നു നീങ്ങി. അഞ്ചപ്പവും 2 മീനും കൊണ്ടവൻ 5000 പേരെ ഊട്ടിയല്ലോ.
അലറി വരുന്നൊരു കടലിനെ പോലും അടക്കി നിർത്തിയ പുണ്യയോഗി. പാപത്തെ വെറുത്തും പാപിയെ സ്നേഹിച്ചും പാവങ്ങളോടൊപ്പം കൂടിയവൻ. കയ്യിൽ കല്ലും കരുതി വന്ന കപടനാട്യക്കാർ തിരിച്ചുപോയി. മേലിലൊരിക്കലും പാപം ചെയ്യരുതെന്ന് സ്നേഹത്തോടോതിയ ദിവ്യഗുരു. അധികാരം, പണം, മതം, മദ്യം അവയുള്ളോരെല്ലാം അവനെതിരായി. ലാസർ പുറത്തു വന്നല്ലോ, ബാലിക ഉയിർത്തെഴുന്നേറ്റല്ലോ. ആനന്ദത്തിൻ ആരവമെങ്ങും മുഴങ്ങുകയായി ഉത്സവമായി. പല നാടുകളിൽ പരന്നു തുടങ്ങി പതിയെ പതിയെ തൻ അത്ഭുതങ്ങൾ. നന്മകൾ ഭൂമിയിൽ വിളയാൻ വിത്തു വിതച്ചൊരു ഗുരുവേ. നന്ദിയില്ലാത്തവനൊറ്റി 30 വെള്ളിക്കാശിനായി. ഗത്സമേൻ തോട്ടത്തിൽ നിന്നവനെ പട്ടാളക്കാർ പിടിക്കുന്നു. കുരിശിൽ തറച്ചു കൊല്ലുവാനായി കാൽവരി മലമുകളേറ്റുന്നു. അവിടവരവനെ കുരിശേറ്റി, അവിടവരവനെ കുരിശേറ്റി. യൂദാസ്ലിഹായുടെ ചുണ്ടയിലുള്ള ദേവാലയത്തിൽ പ്രവർത്തിക്കുന്ന ലീജിയൻ ഓഫ് മേരിയുടെ പ്രസിഡൻ്റാണ് ഞാൻ. എൻ്റെ പേര് മോളി ജെയിംസ്. സർപ്പത്തിൻ്റെ തല തകർത്ത് ക്രിസ്തുവിൻ്റെ വാഴ്ചയെ പ്രോത്സാഹിപ്പിക്കുക എന്ന മറിയത്തിൻ്റെയും സഭയുടെയും ജോലിയിൽ വൈദിക നിർദ്ദേശമനുസരിച്ച് പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും അംഗങ്ങളുടെ വിശുദ്ധീകരണം വർദ്ധിപ്പിക്കുക എന്നതാണ് ലീജിയൻ ഓഫ് മേരി അഥവാ മരിയ സൈന്യത്തിൻ്റെ ഉദ്ദേശം. ലോകത്തിനും അതിൻ്റെ നശീകരണ ശക്തികൾക്കുമെതിരെ സൈനിക സേവനം ചെയ്യുവാൻ സ്വയം സമർപ്പിച്ചിരിക്കുന്ന കത്തോലിക്കരുടെ സംഘടനയാണ് ലീജിയൻ ഓഫ് മേരി അഥവാ മരിയ സൈന്യം. അതിനാലായിരിക്കാം മരിയ സൈന്യം കത്തോലിക്ക സഭയുടെ യഥാർത്ഥ മുഖം പ്രകടമാക്കുന്നു എന്ന് ജോൺ 23 മാർപ്പാപ്പ പ്രസ്താവിച്ചിട്ടുള്ളത്. 1921 അയർലൻഡിലെ ഡബ്ലിനിലുള്ള ഫ്രാൻസിസ് സ്ട്രീറ്റിലെ മീര മന്ദിരത്തിൽ വെച്ച് പരിശുദ്ധ ദേവമാതാവിൻ്റെ ജന്മ തിരുനാളിൻ്റെ തലേ ദിവസം സെപ്റ്റംബർ 7 പ്രാഥമിക അംഗങ്ങളെ ചേർത്തുകൊണ്ട് ലീജിയൻ ഓഫ് മേരി നിലവിൽ വന്നു. റൈറ്റ് റവറൻഡ് ഡോക്ടർ അൽദോ മരിയ പത്രോണി എസ്.ജെ. കോഴിക്കോട് രൂപതയുടെ ബിഷപ്പായിരുന്ന കാലത്താണ് കോഴിക്കോട് രൂപതയിൽ ലീജിയൻ ഓഫ് മേരിയുടെ പ്രവർത്തനം ആരംഭിച്ചത്. 1956 പരേതനായ ഫാദർ സെക്കേറിയ എസ്.ജെ. ചുണ്ടേൽ സെൻറ്റ് ജൂഡ് ദേവാലയത്തിൻ്റെ ഇടവക വികാരിയായിരുന്ന കാലത്ത് ചുണ്ടയിലെ ലീജിയൻ ഓഫ് മേരിയുടെ പ്രവർത്തനം ആരംഭിച്ചു. ഞങ്ങളുടെ പ്രസീദ്യത്തിൻ്റെ പേര് ജപമാല രാജ്ഞി പ്രസീദ്യം എന്നാണ്. കോഴിക്കോട് കമ്മീസ്യത്തിൻ്റെയും
പള്ളിക്കുന്ന് കൂരിയുടെയും കീഴിലാണ് ഈ പ്രസിദ്ധിയം പ്രവർത്തിച്ചു വരുന്നത്. സ്വരരാഗമണിനാദമുയർന്നു സ്നേഹപ്രശോഭിതം മുഖകമലം ശ്രീയേശുദേവന്റെ വരവായി ബലിവേദി മണ്ഡപമൊരുങ്ങി സ്വരരാഗമണിനാദമുയർന്നു സ്നേഹപ്രശോഭിതം മുഖകമലം ശ്രീയേശുദേവന്റെ വരവായി ബലിവേദി മണ്ഡപമൊരുങ്ങി സ്വരരാഗമണിനാദമുയർന്നു കപടമുഖം മൂടി അഴിച്ചു വച്ചു കാരുണ്യദേവാ കേണിടുന്നു കപടമുഖം മൂടി അഴിച്ചു വച്ചു കാരുണ്യദേവാ കേണിടുന്നു കദനം മുറ്റിയ ഹൃദയ സരസിൽ കദനം മുറ്റിയ ഹൃദയ സരസിൽ കദനം മുറ്റിയ ഹൃദയ സരസിൽ കൃപ തന്നമൃതം പകരൂ കരുണാമയനേശുദേവാ ബലിവേദി മണ്ഡപമൊരുങ്ങി സ്വരരാഗമണിനാദമുയർന്നു മനസ്സിൽ പൂത്തൊരു പൂവനിയിൽ മധുരം നുകരാനണയുഗനീ മനസ്സിൽ പൂത്തൊരു പൂവനിയിൽ മധുരം നുകരാനണയുഗനീ മോഹനഗീതിയിൽ സ്വരമാധുരിയിൽ മോഹനഗീതിയിൽ സ്വരമാധുരിയിൽ മോഹനഗീതിയിൽ സ്വരമാധുരിയിൽ മതിമറന്നിവരിൽ കനിവേകൂ മഹേശ്വരനേശുദേവാ ബലിവേദി മണ്ഡപമൊരുങ്ങി സ്വരരാഗമണിനാദമുയർന്നു സ്നേഹപ്രശോഭിതം മുഖകമലം ശ്രീയേശുദേവന്റെ വരവായി ബലിവേദി മണ്ഡപമൊരുങ്ങി സരിഗമദനി ബലിവേദി സരിഗ ഗരിസ സരിഗമദനി ബലിവേദി
സരി രി ഗരി ഗ ഗമ ഗമ മദ മദ ധനി ബലിവേദി ഗമ ധനി സാ 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 നി സനി നി സാ 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 നി സരി സരി സനി ധനി സനി ധമ ഗമ ധനി ബലിവേദി മണ്ഡപമൊരുങ്ങി സ്വരരാഗമണിനാദമുയർന്നു സ്നേഹപ്രശോഭിതം മുഖകമലം ശ്രീയേശുദേവന്റെ വരവായി ബലിവേദി മണ്ഡപമൊരുങ്ങി സ്വരരാഗമണിനാദമുയർന്നു സ്നേഹപ്രശോഭിതം മുഖകമലം ശ്രീയേശുദേവന്റെ വരവായി ബലിവേദി മണ്ഡപമൊരുങ്ങി സ്വരരാഗമണിനാദമു